അതെ, ഇന്ന് നമ്മുടെ ഷോപ്പിന്റെ ഇനാഗ്രേഷൻ ആണ് കേട്ടോ. നമ്മുടെ ഷോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വർക്ക് ചെയ്യുന്ന ഷോപ്പാണ്. അപ്പോൾ അത് ഒരു 8:30 ആയപ്പോഴത്തേക്ക് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഡെക്കറേഷൻ പരിപാടികളും കാര്യങ്ങളൊക്കെ നടക്കായിരുന്നു. അപ്പോൾ ഒരു 9 മണിക്ക് ശേഷമാണ് നമ്മൾ ഇനാഗ്രേഷൻ പറഞ്ഞിരുന്നത് കേട്ടോ. നമ്മുടെ ഷോപ്പിന്റെ പേര് വന്നിട്ട് ശ്രീ പാർവതി പെയിന്റ് ഗാലറി എന്നാണ്. നമ്മുടെ ബിർള ഓപ്പസിന്റെ ഒരു ഫ്രാഞ്ചൈസി സ്റ്റോറാണ്. അപ്പോൾ നമ്മൾ കൊടകരയിൽ നിന്ന് ചാലക്കുടി പോകുന്ന റൂട്ടിൽ നമ്മുടെ NH സർവീസ് റോഡിനോട് ചേർന്നാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വർഷ ഹോട്ടലിലേക്ക് ഓപ്പോസിറ്റ് വന്നിട്ട് കൊടാര ഉള്ളവർക്കൊക്കെ ഏകദേശം അറിയായിരിക്കും. അപ്പം എന്താ എല്ലാവരും നമ്മുടെ ഷോപ്പ് വന്ന് വിസിറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെ ഉദ്ഘാടനമൊക്കെ നടക്കുന്നുണ്ട്, നമ്മൾ തിരിയൊക്കെ കൊളുത്തിയിട്ടേ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ അങ്ങനെ ഇനാഗ്രേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇതാ ഹോസ്പിറ്റലിലോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ രണ്ടാൾക്കും കാണിക്കണമായിരുന്നു. അവിടുന്ന് മരുന്നും കാര്യങ്ങളൊക്കെ ഇതാ വാങ്ങിച്ചിട്ട് നമ്മൾ പുറത്തോട്ട് ഇറങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നല്ല ബ്ലോക്കായിരുന്നു, കാരണം ഇന്ന് കൊടാര ഷഷ്ടിയും കൂടിയാണ്. അപ്പോൾ അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ അർജുനേട്ടൻ്റെ വീട്ടിലോട്ടാണ് പോയത് കേട്ടോ. നമ്മുടെ ഷോപ്പിൻ്റെ ഓണറാണ്. അപ്പം നമുക്കിന്ന് അവിടെ ആയിരുന്നു ഫുഡും കാര്യങ്ങളും. പിന്നെ നമ്മളത് കഴിഞ്ഞിട്ട് ഇതാ നേരെ ഷഷ്ടി കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അമ്പലത്തിൻ്റെ അങ്ങോട്ട്. അപ്പോൾ അതാ ഇത് കണ്ടിട്ട് ഞാൻ പേടിക്കുന്നതാണ് കണ്ടത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ചുറ്റി നടന്ന് കാണുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് ഇങ്ങനത്തെ പൂരങ്ങളും കാര്യങ്ങളും കൂടുതൽ പോകുന്നത്. മുന്നേ തൃശ്ശൂർ പൂരമൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല രസമാണ് ഇത് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഓരോ സെറ്റുകാരെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചുറ്റി നടന്ന് കാണാൻ കുറേ ഉണ്ട്. പിന്നെ ഉച്ച സമയമായിട്ട് നല്ല വെയിലുണ്ടായിരുന്നു. വെയിലും കൊണ്ട് ഇങ്ങനെ നടക്കുമ്പോൾ നല്ല തലവേദന. പിന്നെ വർഷത്തിലൊരിക്കലൊക്കെ വരുന്നതല്ലേ, അപ്പം അതുകൊണ്ട് ചുറ്റി നടന്ന് മുഴുവനും കണ്ട്. അപ്പം ഞാനും ഇർഫാനും പിന്നെ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന വേറെ 2 കുട്ടികളും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ 4 ആളും കൂടിയാണ് ഇതൊക്കെ ചുറ്റി നടന്ന് കണ്ടത്. അപ്പോൾ ഇത് അവിടെ നിന്ന് ഇതാ കുറച്ച് ഫ്രണ്ടിലോട്ട് നടന്നിട്ട് നമ്മൾ അമ്പലത്തിന് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ റോഡിലും ഇങ്ങനെ പരിപാടി ഉണ്ട്. നമ്മുടെ കൊടകര സെൻറ്റർ തൊട്ട് കുറേ ഉണ്ട് ഇങ്ങോട്ട്, സ്ഥലം അങ്ങനെ അറിയില്ല കേട്ടോ. അപ്പം ഒക്കെ കുറേ കാണാനുണ്ട്. അപ്പം ഞങ്ങളതൊക്കെ ചുറ്റി നടന്ന് കണ്ടിട്ട് ഇതാ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വീട്ടിലോട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പം അത്രേ ഉള്ളൂ. പിന്നെ ഒരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.